അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഞാനൊരു ദിവസം കുറച്ചായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ കോഫി ഉണ്ടാക്കലാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ കുട്ടികളൊന്നും എണീച്ചിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലിച്ചായ കുടിക്കാമെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഞാനൊന്ന് ജസ്റ്റ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതില്ലേ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ ഈ ഒരു ചക്ക. ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴേക്കും ചക്ക സീസണൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലാസ്റ്റ് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ചക്ക എനിക്ക് അങ്ങനെ ഉമ്മ തന്നതാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. അപ്പോൾ ഈ ചക്ക കൊടുത്തു വിട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി, എന്നാലും ഇത് അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് കറക്റ്റ് ആ ഒരു പഴുത്തിട്ട് വന്നത്. അതുകൊണ്ട് വിചാരിച്ച് വേഗം കട്ട് ചെയ്തെടുക്കാമെന്ന്. പിന്നെ കുറേ നാൾ കൂടിയിട്ടെല്ലാം ചക്ക തിന്നുമ്പോൾ നല്ല രസമാണല്ലോ. പിന്നെ എനിക്കങ്ങനെ കുറേ കൂടുതലൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അപ്പം തന്നെ ഗ്യാസ് കയറും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചക്കയെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കലാണ്. ഇതിനെ ജസ്റ്റ് കുറച്ച് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തതാണ്, അല്ലാതെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം കണ്ട, ഇതിൻ്റെ ഒരു സൈഡ് വളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ മുമ്പ് കാർഗോ അയച്ച സമയത്ത് ഇതിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ വളഞ്ഞിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ അത് ശരിയാക്കാൻ നോക്കിയിട്ടാണ്, പക്ഷെ ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ ലിഡ് ഇടുന്ന ടൈമിൽ ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബിരിയാണിക്കായി ഫുഡെല്ലാം കഴിക്കലാണ് കേട്ടോ. ഇത് പിന്നെ അന്നത്തെ ദിവസം ഞാൻ രാത്രി ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ എടുത്തിട്ടുള്ളതാണ്. ചിക്കൻ റോൾ ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്താത്ത ചിക്കൻ മസാല ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഞാനത് അതിൻ്റെ ദോശ ചുട്ടിട്ട് അത് റോൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. പകൽ ടൈമിൽ എന്തൊക്കെയോ പണികൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല ബിസി ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ചെയ്തു വെക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രി അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇതിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് പിന്നെ എൻ്റെ ഇത്താത്താൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉള്ള ഒരു ഡേ ആണ് കേട്ടോ. വലിയ സെലിബ്രേഷനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒരു കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷാൻ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇന്നോനും സുവാക്കും ഓനി ഒരു ടോയ് ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് ചെറിയൊരു കുഞ്ഞി കാറ് അവർ ഗിഫ്റ്റാക്കി കൊടുത്തതാണ്. പിന്നെ ഞാനൊരു ഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓനിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു ഡേ കഴിഞ്ഞ്. പിന്നെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്.